അങ്ങനെയുണ്ട്. ഇപ്പൊ ടൂളും കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയോ? എന്താണ് കാര്യങ്ങൾ? നമുക്കുണ്ടല്ല ഒരു എൻട്രിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് നിലവിലൊരു എൻട്രിയും കാര്യങ്ങളൊന്നും നിലവിലൊന്നായിട്ടില്ല, വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഒന്നൊന്നാക്കാം, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. ഒരു എൻട്രി വരുമോ നമുക്ക് വാച്ച് ചെയ്യാം എന്തായാലും മാർക്കറ്റ്. നമുക്ക് എന്താണ് ഓരോരുത്തർക്കുള്ള ഡൗട്ട്സുകളൊക്കെ ഓരോന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് വരാം. ഓക്കെ, അതൊക്കെ അല്ലേ? ചെറിയ ഡൗട്ട്സും കാര്യമൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്ത് വരാം. ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ഇപ്പൊ ആരും പുതിയതാ? ഓക്കെ, ട്രേഡ്സ് ഉണ്ട്. ഞാൻ ഇന്ന് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് മോർണിംഗിൽ ഞാനൊരു ട്രേഡ് ഞാൻ ഓൾറെഡി കമ്മിറ്റ്മെന്റ് ചെയ്തിന്. അത് ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോർണിംഗിൽ $1000 ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് നമുക്ക് വന്ന എൻട്രി 1. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ എൻട്രി നമുക്ക് 11-ാം തീയതി 12-ാം തീയതി ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പണിങ് വരുന്നത്. ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിങ് 12-ാം തീയതി ഇവിടെയാണ്. 12-ാം തീയതി മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. ഇവിടെയാണ് നമുക്ക് മാർക്കറ്റിന് ക്ലോസ് ആവേണ്ടത് 13-ാം തീയതി. ഇന്നത്തെ നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത്, ഇന്നൊരു മാർക്കറ്റിന്റെ ഒരു എൻട്രി എന്താണ്? ഓക്കെ, നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഒരു 12:10 വന്ന എൻട്രി ആണ്. 12:10 വന്ന ഒരു നല്ല ഒരു എൻട്രി ആണ്. ഈ എൻട്രി ഇവിടെ വന്നു, നമുക്ക് ഇവിടെ എക്സോസ്റ്റ് വന്നു. വീണ്ടും ഇവിടുന്ന് ഈ ഒരു എൻട്രി എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക്, ഈ ഒരു എൻട്രി ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എന്തായി, ഇവിടുന്ന് വീണ്ടും കൺഫർമേഷൻ, അതായത് മാർക്കറ്റ് പമ്പിങ് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് വീണ്ടും ഒന്നായത് ഒരു എൻട്രി കൊടുത്തത്. അപ്പൊ ഇവിടുന്ന് എൻട്രി ചെയ്യാൻ പറഞ്ഞു. ലാസ്റ്റ് മാർക്കറ്റ് എന്തായി, നമുക്ക് ഇവിടുന്ന് ഇത് കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് ഇത് TP3 ഇവിടുന്ന് കംപ്ലീറ്റ് ആയി കേട്ടാ. TP3 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് ഇത് രണ്ടാമത്തെ എൻട്രിയാണ് ഇന്നത്തെ. ഇത് ഓൾമോസ്റ്റ് ഒരു 16:10. ഓക്കെ, ഇന്ന് 12-ാം തീയതി 16:10 എന്ന് പറയുമ്പോൾ ഒന്ന് കണക്ക് കൂട്ടിയാൽ 16:10 വന്നൊരു എൻട്രിയാണ്. 16:10 കാണിക്കുന്നത്. ഓക്കെ, അത് വന്നു. അത് ചെറിയൊരു എൻട്രി, ചെറിയൊരു TP1 എത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് ചെറിയൊരു TP1 എത്തിയിട്ടുണ്ട്. ചെറിയൊരു എൻട്രിയാണ്. TP1 ചെറിയൊരു സ്കാൽപ്പിംഗ് എൻട്രിയാണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 2 കംപ്ലീറ്റ് ആയി. അടുത്ത വന്നതാണ് മൂന്നാമത്തെ ഒരു എൻട്രി. ഇത് ഓൾമോസ്റ്റ് ഒരു 17:10 5:45 5:45 വന്ന എൻട്രിയാണ്. 17:55 എന്ന് പറയുന്നത് 5:55 വന്ന വൈകുന്നേരം വന്നൊരു എൻട്രിയാണ്. അത് അവിടെ വന്നു. അവിടുന്ന് മാർക്കറ്റ് എന്തായി, ഓൾമോസ്റ്റ് അത് TP2 ഒക്കെ കംപ്ലീറ്റ് 3 മാക്സിമം എത്തിയിട്ടുണ്ട്. ST എൻട്രി വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ലൈവായിട്ട് നമുക്ക് ലൈവ് തന്നെ ഒരു എൻട്രി, ഒരു വീക്ക് സെല്ലാണ് അത് വന്നത്. സ്ട്രോങ് സെല്ല് ആയിട്ടില്ല, വീക്ക് സെല്ലാണ്. സ്ട്രോങ് സെല്ലിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. വോയിസ് ഇല്ല. ഹലോ, ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലോ? വോയിസ് കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പൊ ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്ര സമയം വോയിസ് കേട്ടിട്ടില്ല നിങ്ങള്? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് ഒരു എൻട്രി ഇവിടെ, ഇത് നൈറ്റ് വന്ന് 12:10 ഒരു എൻട്രി ഇവിടെ വന്നു. ഇന്ന് ഓൾമോസ്റ്റ് എത്ര ആൾക്കാർ ട്രേഡ് എടുത്തിരുന്ന്? ഒന്ന് ചാറ്റിൽ വാ. എത്ര ആൾക്കാർ ഇന്ന് ട്രേഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? ചാറ്റിൽ വാ. ഓക്കെ, ഇന്ന് ട്രേഡ് എടുത്തവരെ ഇത് പറയാറ് എന്താണ്, ട്രേഡ് എടുത്തിനോ ഇല്ലയോ? ഡമായിക്കോട്ടെ. ഇന്ന് $5 ടാർഗറ്റ് ആരെങ്കിലും അച്ചീവ് ചെയ്തിന്? ഇന്ന് $5 ടാർഗറ്റ് ആരെങ്കിലും ഇന്ന്? നിങ്ങൾക്ക് എല്ലാ ദിവസവും $5 ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഫസ്റ്റ് ഡേ വരുന്നവർക്ക് ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു. 2 നമ്മളെ സെക്ഷൻ കംപ്ലീറ്റ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ഉം 2ഉം കംപ്ലീറ്റ് ആക്കണം. 4 ട്രേഡൊക്കെ ടണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ കണ്ട ഇവിടെ ഇപ്പൊ ഒരു ആ വീക്ക് സെല്ല് വന്നിന്. ഇവിടെ ഒരു ബിയർ ട്രാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യാട്ടാ. അതാണ് വീക്ക് സെല്ല് പോയി. ഒരു വീക്ക് സെല്ലാണ് അവിടെ ഉണ്ടായത്.
4 ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡേ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ട്രേഡിംഗ് വ്യൂ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് ഡേ ആയവർ ഓൾറെഡി നമ്മളെ 2 സെക്ഷന്റെ റെക്കോർഡ് സെക്ഷൻ ഉണ്ട്. ഞാൻ ഇതിലും പറഞ്ഞുതരും ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ഡേ ഉള്ളവരാണ്. ആദ്യം ബേസിക് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക, അതുപോലെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ഇന്ന് ഇവിടെ ട്രേഡ് എടുക്കുന്നത് കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് കൈ പൊന്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരാളിപ്പോൾ കൈ പൊന്തിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ഡൗട്ട്സുകൾ ചെറിയ രീതിയിൽ ചോദിക്കുക. എല്ലാവരും ഒരുമിച്ചിട്ട് ബഹളം ആക്കിക്കൂടാ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രി വരുന്നവരെ നമുക്ക് ചെറിയ രീതിയിലെ കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുക. ഒരുമിച്ച് ബഹളം ആക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഓക്കെ, ഞാൻ മൈക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ചോദിക്കാം. മൈക്ക് ഓപ്പൺ ആണ്. ഇപ്പൊ കൈ പൊന്തിച്ചവർ ചോദിക്കാം. ഒരാൾ കൈ പൊന്തിച്ചിട്ട് കാണുന്നുണ്ട്. പുതിയതായി ജോയിൻ ചെയ്തവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എൻട്രിയും കാര്യം എടുക്കുന്നതൊക്കെ കിട്ടും. ചോദിക്കാട്ടോ, ഡൗട്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് എൻട്രി വരാനുള്ള ടൈം ഉണ്ട്. ഒരു എൻട്രി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് ഉള്ളത്. ട്രേഡ് എടുക്കുന്ന സമയം ഞാൻ പറയും, പ്രൈസ് പറയും. ട്രേഡ് വന്നിട്ടില്ല പറയും, പ്രൈസ് ഞാൻ പറഞ്ഞു തരും. ട്രേഡ് എടുക്കുന്ന സമയം പറഞ്ഞു. ഇവിടെ നമുക്ക് ഇന്ന് കഴിഞ്ഞ ട്രേഡൊക്കെ വേണമെന്നൊന്നാക്കാം. നമുക്കൊന്ന് കാണാം ഇന്ന് എത്ര എൻട്രി ആണ് ഗോൾഡിൽ ഉണ്ടായത്. എല്ലാവരും ഗോൾഡിൽ എടുക്കുന്ന ആൾക്കാരാണല്ലോ കംപ്ലീറ്റ്ലി. ഇന്ന് ഇവിടെ ഒരു എൻട്രി നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഒരു 12:52 നൈറ്റ് വന്നൊരു എൻട്രി ആണ്. ചെറിയൊരു എൻട്രി ഇവിടെ വന്നു. അത് ഇവിടുന്ന് ഇത് വന്നു. നമുക്ക് ഇവിടുന്ന് അടുത്തൊരു എൻട്രിയും കിട്ടി. ഒരു കൺഫർമേഷൻ 2 എൻട്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കിട്ടാത്ത ഒരാൾക്ക് ഇവിടുന്ന് എൻട്രി ആവാം. ഇവിടുന്ന് അത് എക്സിറ്റ് ആയി. TP3 കംപ്ലീറ്റ് ആയ ട്രേഡ് ആണ് കേട്ടത്. അവിടുന്ന് എക്സിറ്റ് ആയി ഒരു ചെറിയ സെല്ല് വന്നു TP1ലേക്ക്. അത് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ട്രേഡ് അവിടെ കംപ്ലീറ്റ് ആയി. തേർഡ് ട്രേഡ് ആണ് ഇപ്പം ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ എൻട്രീസ് കുറച്ച് ലിമിറ്റഡ് എൻട്രി ആണ്. കുഴപ്പമൊന്നുമില്ല. ആ എൻട്രി മൊത്തം TP കംപ്ലീറ്റ് ആയ എൻട്രീസും ആണ്. 2 TP3യും 1 TP1ഉം ആണ് കംപ്ലീറ്റ് ആയത്. നല്ല എൻട്രി ആണ്, നല്ല മൂവ്മെന്റ് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഇന്ന് വൈകുന്നേരത്തെ എൻട്രി നമ്മുടെ ഒരു വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ എത്തീരിയം BTC ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടോ? എല്ലാത്തിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അവിടെ ബ്രോക്കർ മാർക്കറ്റ് മാറുന്നേ ഉള്ളൂ. ഞാൻ എത്തീരിയത്തിലും ചെയ്യുന്ന ഒരാളാണ്, BTCയിലും ചെയ്യുന്നുണ്ട്. ശനിയും ഞായറും ഞാൻ എത്തീരിയവും BTCയും ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. എത്തീരിയത്തിൽ നമുക്ക് എൻട്രി ഇല്ല, BTCയിലും ഉണ്ടാവില്ല എൻട്രി. ഫിനിഷാണ്. ഗോൾഡ് തന്നെ മതി. ശരിക്കും പറഞ്ഞാൽ എന്താ നമുക്കിവിടെ സ്റ്റാബിൾ ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടെ ഇനി എൻട്രി എടുക്കൽ ഇതിപ്പോ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ മാർക്കായിട്ടുണ്ട്. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് ഒരു എൻട്രി വരുന്നവരെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാതെക്കുന്നതാണ് നല്ലത്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എൻട്രി ആവാതെ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പൊ ഇത് മാർക്കറ്റ് സൈഡ് വേസ് ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം വോയിസ് ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ, വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ ഡൗട്ട്സുകളൊക്കെ ചോദിക്കാം. പുതിയതായി എൻട്രി ആൾക്കാരെന്നാക്കാ ആദ്യം ഇന്ന് മുതൽ അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വാച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആ 2 റെക്കോർഡ് സെക്ഷൻ നിർബന്ധമായി കംപ്ലീറ്റ് ചെയ്യുക. സെക്ഷൻസ് നിർബന്ധമായി കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഇന്നൊരു $5 നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. നൈറ്റിൽ നമുക്ക് നോക്കാം ഇന്ന് ട്രേഡ് കിട്ടോ ഇല്ലയോ. എന്തായാലും ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നോക്കാം കാര്യങ്ങൾ. പിന്നെ വേറെ ആരെങ്കിലും ഏതെങ്കിലും മാർക്കറ്റിൽ വേറെ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടോ? നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ആക്കുക, കാര്യങ്ങൾ ചോദിക്കാട്ടെ, ഡൗട്ട് ചോദിക്കുക. ആർക്കും ഡൗട്ട് ഇല്ല? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് പറയുന്നത്. ഞാൻ കേൾക്കുന്നില്ല. ആരും ചോദിക്കുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല. 1 മിനിറ്റ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ, പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന വോയിസ് ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ വോയിസ്? വസീം സാർ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ദേവരാജ് സാർ ആരാണ്ട് പറയുന്നുണ്ട്. സാർ അത് കേൾക്കുന്നില്ല. വസീം സാർ അത് കേൾക്കുന്നു.
ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന വോയിസ് ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ വോയിസ് ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ. ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഞാൻ കുറെ നേരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാന് ഇന്ന് വൈകുന്നേരം വെറുതെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നല്ലോ, 4438. ഇപ്പൊ നമ്മുടെ ഒരു ബെയർ സിഗ്നൽ വന്നു. അവിടെ ബെയറിന്റെ ഒരു ഇത് വന്നു, കരടി. അതായത് ഒരു ബൈ വന്നിട്ട് അതിന്റെ എക്സിറ്റിന്റെ അവിടെ ഒരു ബെയർ സിഗ്നൽ വന്നു 4438. അപ്പൊ ശരിക്കും നമുക്ക് അവിടെ ഒരു എക്സിറ്റ് അടിച്ചിട്ട് സെല്ല് എടുക്കാമല്ലോ അല്ലേ അവിടുന്ന്? ഓണ്ടയിലാണ് 4438 അല്ലേ? അതെ. അവിടെ ഒരു ബെയർ ഒരു കരടിയുടെ ഇത് വന്നിട്ടില്ല ഇവിടെ അല്ലേ? ഈ എൻട്രി ആണോ? TP3 അവിടെ. ഈ എൻട്രി വന്ന് ഇവിടെ എക്സിറ്റ് ആയി. അതെ. എക്സിറ്റ് ആയിട്ട് എക്സിറ്റ് ആയതിനു ശേഷം അവിടെ ഒരു ബെയറിന്റെ ഒരു സിഗ്നൽ വന്നു. അതായത് ഇവിടെ സപ്പോർട്ടായി, അവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കാൻ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാല്ലേ? സെൽ എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് SL വെച്ചാൽ മതിയല്ലോ. കീപ്പ് ചെയ്താൽ മതി. 41 നമ്മുടെ ഇന്നത്തെ ഹൈ. അപ്പൊ ഒരു 10 പോയിന്റ് SL. ഞാൻ സാധാരണ 10 പോയിന്റ് വയ്ക്കുന്ന 51 SL വെച്ചിട്ട് ഞാൻ ഇന്ന് അങ്ങനെ എടുത്തത് എൻട്രി. സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലൈൻ റെസിസ്റ്റൻസ് ലൈൻ അതിന്റെ താഴെ ക്യാൻഡില് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻട്രി എടുക്കാറ്. ആണെങ്കിലും ശരി, സെല്ലാണെങ്കിലും ശരി. അതായത് സപ്പോർട്ടിങ് ഏരിയ. അതായത് ഇപ്പൊ നമ്മളിത് നോർമലി താഴെയാണെങ്കിലും സപ്പോർട്ട് ഏരിയ, മേളിലാണെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ. ഇതിപ്പോ ഹയർ ഹൈ മാർക്ക് ചെയ്യുന്നു, ഹയർ ലോ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇതിപ്പോ സപ്പോർട്ടാണ്. ഇപ്പൊ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് എന്താണ്, ഇവിടെ ഒരു സൈഡ് വേസിലേക്ക് മാർക്കറ്റ് മൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് എൻട്രി കിട്ടും, ബൈ എൻട്രി കണ്ടിന്യൂ ആവും. ഇവിടെ നമുക്ക് ഡൗണിലേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് മാറും. ഇവിടെ വലിയ വോളിയം ഇല്ല മാർക്കറ്റിൽ ഇപ്പൊ നമുക്കൊരു വലിയൊരു വോളിയം മാർക്കറ്റിൽ ഇല്ല. പിന്നെ ഇതിലില്ല SL TP123 എല്ലാം വരുന്നുണ്ടല്ലോ, അത് ആ ട്രേഡ് എടുക്കാൻ പറ്റുമോ? SL ഇത് TP ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ ഓൾറെഡി ഇൻഡിക്കേറ്ററിൽ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള TP ഒക്കെ ആ ട്രേഡ് നമുക്ക് എടുക്കാമോ? എടുക്കാം. TP എല്ലാത്തിലും TP കാണിച്ചു തരും, പക്ഷെ എടുക്കുന്ന ഒരു മണിക്കൂർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണം, ഉണ്ടാവണം. TP വെച്ചുകൊണ്ട് മാർക്കറ്റ് ഒന്ന് പോയിക്കൂടാ. SL വെച്ചുകൊണ്ട് TP ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് പോയിക്കൂടാ, എക്സിറ്റ് ആയിക്കൂടാ. അതായത് അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടായത്, ഇവിടുന്ന് എൻട്രി വന്നു, ഇത് TP2 എത്തിയതിന് ശേഷം ഇവിടെ എക്സിറ്റ് ആയി മാർക്കറ്റ്. അവിടുന്ന് എക്സിറ്റ് കൊടുക്കുകയും ചെയ്തു TP2-ൽ നിന്നും. ഈ എൻട്രിക്ക് TP2-ൽ നിന്ന് എക്സിറ്റ് ആവാൻ കൊടുക്കും. ഇന്നലെ രാത്രി 62 തിരിച്ചു വന്നില്ല മാർക്കറ്റ്. ആ സമയത്ത് അവിടുന്ന് കയറി പോകുമ്പോ റോക്കറ്റ് ഇത് വന്നിരുന്നു. അപ്പൊ വൈകിട്ടിട്ട് അതിനെ ബി ചെയ്ത് വെച്ച് ഇതിന്റെ TP 435 വെച്ചത് 435. രാവിലെ എണീക്കുമ്പോ 416 കിടക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ക്ലോസ് ചെയ്ത് ബി ചെയ്ത്. മനസ്സിലായി. അതായത് നമ്മള് TP ഇതിൽ കൊടുക്കാൻ തോന്നുന്നപ്പോ TP ഇതിൽ ശരിക്കും സ്കാൽപ്പിംഗ് ആണ്. TP ഇട്ടുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഒരിക്കലും ഒരാൾ ഇതിൽ നിന്ന് പുറത്താക്കി കൂടാ. TP വെക്കുക, അതിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാന്നുള്ള സിസ്റ്റം ഇല്ല ശരിക്കും പറഞ്ഞാല്. എടുക്കുന്ന സമയം നമുക്ക് മാർക്കറ്റ് എവിടെ വരെ പോവാന്നുള്ള ഒരു
സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ആ 1 മണിക്കൂർ മാർക്കറ്റിൽ എടുക്കുന്ന സമയവും എക്സിറ്റ് ആവുന്ന സമയവും നിങ്ങൾ എന്താക്കുക മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക. എനിക്ക് അത്ര അർജന്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ അവിടെ എക്സിറ്റ് ആവുന്ന സമയം എന്താണ് മാർക്കറ്റുള്ളത് അത് അവിടെ നിന്ന് എടുക്കുക, എക്സിറ്റ് ആവുക മാർക്കറ്റിൽ നിന്ന്. ഇപ്പോൾ ലോസിലാണെങ്കിൽ ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ. ന്യൂസ് ടൈമിന് സിഗ്നൽ ഒന്നും വരില്ലേ അതില് അങ്ങോട്ടൊന്നും കാണിക്കാറില്ല? ന്യൂസ് ടൈമൊക്കെ കിട്ടും, ന്യൂസ് ടൈമൊക്കെ എൻട്രീസ് വരും. ഇന്ന് കണ്ടിട്ടില്ല, ഇന്ന് മറ്റേ CPI ഇന്ന് എവിടെയാണ് ഈ എൻട്രി ആണോ? എത്ര മണിക്കാണ്? 6 മണിക്ക് ഇന്നിപ്പോ 6 മണിക്ക് എവിടെയാ ഉണ്ടായത്? അതെന്താ 6 മണിയുടെ ക്യാൻഡിൽ ബിഗ് 15 മിനിറ്റില് 15 മിനിറ്റിലാണോ? 15 മിനിറ്റിലല്ല 1 മിനിറ്റിൽ എന്നാ വിക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അത് 400 വിക്ക്. 6 മണിക്കുള്ള ക്യാൻഡിൽ ഇതാണ്. ഇതാ ഇവിടെ എൻട്രി ഉണ്ട് ഓൾറെഡി. 6 മണിക്കത്തെ എൻട്രി. അതെ വസിംജി, ഇന്ന് പറ്റിയത് ഇന്നൊരു അതായത് ഒരു മിന്നൽ പരിപാടി ആയിരുന്നു. അത് ആർക്കും അത് കിട്ടാൻ അത് 1 മിനിറ്റിന്റെ ക്യാൻഡിലാണ് 432 വരെ പോയത്. അതെ 4382 വന്നതും 4438 പോയതും ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞിട്ടില്ല. ഷടേന്ന് പറഞ്ഞിട്ട് പോയി 19 പോയിന്റ് പടപടയെന്ന് പറഞ്ഞു പോയി. ഞാൻ എന്തായാലും മാർക്കറ്റിലുണ്ട്. ഷടേന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇട്ട് വെക്കണം. അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഗ്രാഫ് ഒക്കെ വരച്ച് അതില് സപ്പോർട്ടൊക്കെ എടുത്ത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ. അല്ല ഇപ്പൊ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്, ഈ എൻട്രി കിട്ടാന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടുന്ന് ഇത് എടുത്തിട്ട് ഒരാള് ലൈവിൽ ഉണ്ടെങ്കിൽ, ഈ സെല്ല് എടുത്തിട്ട് ഒരാള് ലൈവിൽ ഉണ്ടെങ്കിൽ ആ എൻട്രി കിട്ടും. ഇത് അതല്ലാതെ കിട്ടൂല. ഞാൻ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. സെല്ല് എടുത്ത് ഞാൻ 4398 ടാർഗറ്റ് ഇട്ട് വെച്ചു. അത് കിട്ടി. സെല്ലിന് ടാർഗറ്റ് കിട്ടി, പക്ഷെ ബൈ ഇട്ടില്ലായിരുന്നു. കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ലില്ല. കാര്യം നമ്മള് സെല്ല് ഓൾറെഡി എടുത്ത് ടാർഗറ്റ് എടുത്തിട്ട് പിന്നെയുള്ള ബൈ എടുക്കുന്നത്. നമ്മൾ ഇട്ട് വെച്ചു, കിട്ടി. ബൈ പിന്നെ പോയത് ഒരു പോക്ക് അങ്ങ് പോയി. നല്ലൊരു പോക്ക് പോയി. ഞാൻ ഇത് ബൈ ഉണ്ടായിരുന്നു 15 ന്യൂസ് ടൈമിന് 5:59 5:50 എടുത്തതാ. അത് 30 വരെ പോയി ആ ന്യൂസ് സമയത്ത്. എന്നിട്ട് 30 ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോ ക്ലോസ് ആവുന്നില്ല ട്രേഡ്. എന്നിട്ട് SL 9 വെച്ചിന്. 9 SL വെച്ചിന്. SL പോയത് 383 SL വന്നിട്ട് പോയി. അത്ര TP ഉണ്ടായിരുന്നു, പ്രോഫിറ്റിലുണ്ടായിരുന്ന ട്രേഡ്. അല്ല അത് എന്തുകൊണ്ട് അത് പ്രോഫിറ്റ് ബുക്ക് ആയില്ല? അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാറുണ്ട്? അതെന്തുകൊണ്ട് അത് ഏതാണ് ബ്രോക്കർ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് ബ്രോക്കർ ജസ്റ്റ് മാർക്കറ്റ്. അയ്യോ, അത് ജസ്റ്റ് മാർക്കറ്റ് മാത്രമല്ല, അങ്ങനെ വേറെ എന്റെ ഒരു 5 ബ്രോക്കേഴ്സ് ഉണ്ട്, വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതൊരു നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ടില്ല? TP വെച്ചിന്. TP 35 ആയിരുന്നു. അത് 30 വരെ കയറിപ്പോയി. 30 ഇറങ്ങി. എന്നിട്ട് മാനുവൽ ക്ലോസ് അടിച്ചു. മാനുവൽ ക്ലോസ് ആവുന്നില്ല. എല്ലാ ഓവറിലും ഐഡ ഇത് വെച്ച പോലെ ഒന്നും ക്ലോസ് ആവാതെ. അത് മാനുവൽ ക്ലോസ് ആവൂല പെട്ടെന്ന്. എന്നിട്ട് SLന്റെ താഴോട്ട് പോകുന്ന കണ്ടപ്പോ ഞങ്ങൾ മാനുവൽ കുറെ ട്രൈ ചെയ്ത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലിമിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് മാർക്കറ്റ് ആക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പോകുള്ളൂ. അല്ല ക്ലോസിംഗ് മാർക്കറ്റ് അടിക്കുന്നത്. ക്ലോസിംഗ് മാർക്കറ്റ് നിങ്ങൾ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ പോയിട്ടായിരിക്കും നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. ക്ലോസ് അപ്പൊ ആകില്ല. ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യാൻ നോക്കാം മാനുവൽ ക്ലോസ്. അതാകുന്നില്ല, ക്ലോസ് ആകുന്നില്ല. സാധാരണ അങ്ങനെ. അതായത് ഓക്കെ ഇപ്പൊ ഇത്രയും വലിയൊരു ക്യാൻഡിലൊക്കെ വരും ഈ ന്യൂസ് ടൈമിൽ മാത്രം. അത് ചില ബ്രോക്കേഴ്സ് അത് ഓഫ് ചെയ്ത് വെക്കലുണ്ട്. ന്യൂസ് ടൈം ട്രേഡിൽ ഈ ക്ലോസ് ചെയ്യാന്ന് പറയുന്ന സിസ്റ്റം. അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു ക്യാൻഡിലൊക്കെ വരുന്ന സമയം, ഇതിവിടെ വലിയൊരു ക്യാൻഡിൽ താഴേക്ക് വന്നു, ഇത്രയും വലിയൊരു ക്യാൻഡിൽ പമ്പ് ചെയ്യുന്ന സമയം ഓക്കെ ആ ഒന്നിൽ കിട്ടില്ലെങ്കിൽ അടുത്ത ക്യാൻഡിലെങ്കിൽ കിട്ടണം. അത് ക്ലോസ് ആവും മൾട്ടിപ്പിൾ ടൈം ട്രൈ ചെയ്യുന്ന സമയം. ഏതെങ്കിലും ഒന്നിലത് ക്ലോസ് ആവും. അതാണ് നമുക്ക് ബ്രോക്കേഴ്സ് ഒക്കെ എടുക്കുന്ന കാര്യമായി നോക്കി ചെയ്യാം.
ഏത് ബ്രോക്കേഴ്സ് ആയാലും നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാം നല്ല എല്ലാത്തിലും വെൻഡേജ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, ബാൻഡേജ് അല്ലെന്നേ ഐ സി മാർക്കറ്റ് ഉണ്ട്. ഫ്യൂഷനിൽ മാത്രം കറക്റ്റ് പോകുന്നുണ്ട് SL, ഇതെല്ലാം ഫ്യൂഷൻ മാർക്കറ്റിൽ. ബാക്കി എല്ലാത്തിലും ഐ സി മാർക്കറ്റിലടക്കം എവിടെയോ പോകുന്നുണ്ട് SL. ഈ ന്യൂസ് ടൈമിൽ എപ്പോഴും ഞാൻ ഒരു 10 അക്കൗണ്ട് ഉണ്ട്, എനിക്ക് 10 ലൈവ് അക്കൗണ്ട് ഉണ്ട്, എല്ലാ ബ്രോക്കറിലും ഉണ്ട്. ഞാൻ കുറെ ബോട്ടൊക്കെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഓരോന്നിലും എല്ലാത്തിലും SL വെച്ചാല് പോകുന്ന ഓരോന്നിലും ഓരോ എടുത്താ. ബിനാൻസിൽ അക്കൗണ്ട് ഉണ്ടാ? ബിനാൻസിൽ ഗോൾഡ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. ഗൾഫ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് മറ്റേ എക്സ്പയർ ആയി, ID എക്സ്പയർ ആയിട്ട് പിന്നെ ഞാൻ ഇന്ത്യ ഒക്കെ മാറ്റിയിട്ടില്ല. ബിനാൻസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറുതെ. അതില് ടാക്സ് കൊടുക്കണ്ടേ? ഇന്ത്യയിൽ വേണ്ട, അവിടുത്തെ അക്കൗണ്ട് തുടങ്ങി ചെയ്താൽ മതി. അല്ല, അവിടുത്തെ അക്കൗണ്ട് ഇല്ല, അവിടുത്തെ എക്സ്പയർ ആയി അക്കൗണ്ട്, ID എക്സ്പയർ നാട്ടില്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ നമുക്ക് ഈ ടൂളിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാട്ടെ, എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായോ? പിന്നില്ല, ഇതിൽ വരുന്ന ലാസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്ന നമ്പർ ഇല്ല, അത് കൂടുന്നത് എന്തുകൊണ്ട്? അത് കൂടുമ്പോ നമുക്ക് ആ ട്രേഡിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് വൈകുന്നേരമൊക്കെ ആ ട്രേഡ് ആയിരുന്നു. ആ സമയത്ത് ഒരു 80 എത്ര 4000 മുകളിലില്ല, 400 ഞാൻ ബൈയിട്ടിട്ട് അങ്ങനെ വെച്ചിരുന്നു. അത് കണ്ടിട്ട് അല്ല കിട്ടി. ഞാൻ ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിന് ഒരു 1000 ബിപ്പ് എടുത്തിന് ഫണ്ടഡ് അക്കൗണ്ടിൽ. എപ്പോഴും അതായത് 1 അവർ സ്പെൻഡ് ചെയ്യുക, 1 അവറേ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ടതും മാക്സിമം 3% ലോസ് മാത്രമേ ഒരു ദിവസം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തോളൂ. 3% ഒരാൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ മാർക്കറ്റിൽ ഒരാൾ സ്പെൻഡ് ചെയ്യേണ്ട. ക്യാപിറ്റലിലെ 3% അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസാണ്. $100 വ്യക്തിക്ക് $3. അപ്പോൾ അത് ആ രീതിയിലേക്ക് ഫോം ചെയ്യുക, അഗ്രസീവായിട്ട് എന്താക്കണ്ട. ഇപ്പൊ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഞാൻ പേഴ്സണലി ഇന്ന് ഒരു ട്രേഡാണ് ഞാൻ എടുത്തതും അത് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ തരുകയും ചെയ്തിട്ടുണ്ട്. എടുത്ത ട്രേഡ് അതായത് TP1 എത്തുമ്പോൾ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്യും ഒരു 1 മണിക്കൂർ കൊണ്ട്. ഞാൻ പേഴ്സണലി എടുത്തത് അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ട്രേഡ്. വേറൊരു ട്രേഡ് ഞാൻ ഇന്ന് നോക്കിയിട്ടേ ഇല്ല. ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത് മാർക്കറ്റിൽ. അപ്പൊ ഇതിന് വേറെ ഇപ്പൊ ഗോൾഡ് അല്ലാത്ത മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരാരാ ഉള്ളത്? ഗോൾഡ് അല്ലാതെ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഗോൾഡ് തന്നെയാണ് കംപ്ലീറ്റ്ലി. GBP, യൂറോ, JPY ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ ഗോൾഡ് ഇപ്പോ പേഴ്സണലി എന്നാക്കാ, ഞാനിപ്പോ ശനി ഞായറൊക്കെ അത് കിട്ടുമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തീരിയൊക്കെ ഫോക്കസ് ചെയ്യട്ടാ, നല്ല കോയിനാണ്, ശനി ഞായറൊക്കെ ചെയ്യാൻ പറ്റും. ഞാന് ക്രിപ്റ്റോ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് ക്രിപ്റ്റോയിലെ എത്തീരിയം ബിറ്റ്കോയിൻ ആണോ നല്ലത്? എത്തീരിയം ചെയ്താൽ മതി. എത്തീരിയം ബിറ്റ്കോയിൻ ചെയ്യാ, അതില് എത്തീരിയം ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ ശനി ഞായർ അതാണ് ചെയ്യല്. അതിന്റെ ലോട്ട് സൈസ് എങ്ങനെയാ? അത് നമ്മള് 0.1 എന്ന് പറയുമ്പോ എത്രയാണ് അതിന്റെ ഒരു? ഇതില് ലോട്ട് സൈസ് നിങ്ങൾ എത്തീരിയം ചെയ്യൽ ഇപ്പൊ ബിനാൻസിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതില് ഡോളർ സ്പെൻഡ് ചെയ്യുമ്പോൾ ലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. ചെറിയൊരു സ്റ്റാറിലായാലും ഞാൻ അതിന്റെ ചെറിയ ഇത് കാണിച്ചത്. ശനി ഞായർ ട്രേഡ് പറഞ്ഞില്ല, അത് ഏതാണത്? അത് ക്രിപ്റ്റോ ചെയ്യാൻ പറ്റും, ക്രിപ്റ്റോ മാർക്കറ്റ് ചെയ്യാം. ഗോൾഡ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഞാനൊരു ചെറിയൊരു വെറുതെ ഒരു ഡെമോ ചെറിയൊരു കാണിച്ചാൽ ഇപ്പൊ ഇവിടെ കണ്ട, ഇപ്പൊ ഇവിടെ ഇപ്പൊ $100 ഈ അക്കൗണ്ടിൽ ഉള്ളത്. ഓക്കെ, ഡെമോയില് ഇപ്പൊ ഇവിടെ എത്തീരത്തിൽ സെല്ല് എടുക്കണമെങ്കിൽ ഇവിടെ എന്താക്കിയാൽ മതി, ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. മാർജിൻ ഇപ്പൊ ഇവിടെ ഒരു എത്ര യൂണിറ്റ് ആണ് കൊടുക്കാൻ പറ്റല്? $100 $158 ഉണ്ടെന്നോ ബാലൻസ്. ഇവിടെ $100 കൊടുക്കുകയാണെങ്കിൽ ഇതാണ്. അപ്പൊ എമൗണ്ടിനാണ് ട്രേഡ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഗോൾഡ് ചെയ്യുന്നവർ തന്നെ ഈ ബിനാൻസിൽ 24/7 ശനി ഞായറും ഗോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ശനി ഞായറത്തെ ഗോൾഡിന്റെ മൂവ്മെന്റ് ഞാൻ കാണിച്ചു തരാം. ബിനാൻസിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കഴിഞ്ഞ ശനി ഞായർ ഏതാണ് ഡേറ്റ് വരുന്നത്?
ഒന്ന് പറഞ്ഞു ഡേറ്റ് പറഞ്ഞതാ ഞാൻ. അല്ല സാറ്റർഡേ സൺഡേ ബിനാൻസിൽ ഗോൾഡ് ചെയ്യാമോ? ചെയ്യാ. ഞാനിപ്പോ ഇതിന്റെ ചാർട്ട് കാണിച്ചാൽ ഇത് ബിനാൻസിന്റെ ചാർട്ടല്ലേ. നിങ്ങൾ ആ ശനി ഞായർ ഏതാണ് ഡേറ്റ് എന്ന് പറഞ്ഞ ഒരാൾ, ആരെങ്കിലും ഒരാള് കഴിഞ്ഞ ഏതെങ്കിലും ഡേറ്റ് പറഞ്ഞതാ. ശനി ഞായർ 8/9 ഞാൻ ഇപ്പൊ കാണിച്ചത്. 8-ാം തീയതി 9-ാം തീയതി നടന്ന ട്രേഡ് കാണിച്ചത് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. 8/9 ട്രേഡ് ബിനാൻസില് ഗോൾഡില്. എന്താ 9 ഇവിടെയാണ് 9. 9-ാം തീയതി ഇത് 9-ാം തീയതി 8/9 8/9 അല്ലേ? ഓക്കെ. ഇത് 8-ാം തീയതി ഇവിടുന്ന് 8/9 ഇത് 9-ാം തീയതി. ഇതാ 9-ാം തീയതി ട്രേഡ്. ഇതാ 9-ാം തീയതിയാണ് കേട്ടോ. അത് എല്ലാ ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എല്ലാ ബ്രോക്കേഴ്സും ഇല്ല, ബിനാൻസ് മാത്രം. ഫിനാൻസ് ഓൺലി ബിനാൻസ്. അല്ല അത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഏത്? അത് മാർക്കറ്റ് ഉണ്ടാവില്ലല്ലോ, പിന്നെ എങ്ങനെയാ ട്രേഡിംഗ് നടക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. മാർക്കറ്റ് അതായത് ഇവിടെ USDT, അതായത് ഇപ്പം നിങ്ങളിപ്പോ ഗൂഗിളിൽ ഏതിൽ വേണമെങ്കിൽ അടിക്കുക. ഇത് പുതിയതായിട്ട് ഇപ്പം വന്നൊരു സിസ്റ്റം ആണ്. 24/7 നിങ്ങൾക്ക് ഏതിലാണ് ചെയ്യാൻ പറ്റും. ഗോൾഡ് ഓപ്പൺ ആണ്. അതായത് ഇതില് BTC USDT ആണ്, USD അല്ല. അതില് ഗോൾഡ് ഓപ്പൺ ആണ്. ഞായറാഴ്ച ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശനി ഞായർ ഒരു ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കി നോക്കി നോക്കറാ. ശനിയാഴ്ച ഒരു ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയ ഒരാൾ ഇപ്പൊ നമുക്ക് നോക്കാം. ഈ ശനിയാഴ്ച നമുക്ക് നോക്കാം. ഈ ശനിയാഴ്ച ഞാൻ മാർക്കറ്റിലുണ്ട്. ഈ ശനി ഞാൻ മാർക്കറ്റിലുണ്ടാവും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതിന്റെ സിസ്റ്റം. മാർക്കറ്റ് ഇല്ലാതെ പിന്നെ നമുക്ക് ശനിയാഴ്ച മാർക്കറ്റ് ഓക്കെ ക്ലോസ് ആണെങ്കിൽ ഇത്ര മൂവ്മെന്റ്സ് കിട്ടിക്കൂടല്ലോ നമുക്ക്. ശനിയാഴ്ച മൂവ്മെന്റ്സ് ബിനാൻസ് അക്കൗണ്ട് ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഇതിൽ പോവാ. ട്രേഡ് ഇവിടെ കണ്ട ട്രേഡ് എന്ന് പറഞ്ഞ മേലെ ടോപ്പില് അതിൽ പോയി കഴിഞ്ഞാൽ ഈ ബ്രോക്കേഴ്സ് എല്ലാം ഇതിൽ ആഡ് ആക്കാം. ബിനാൻസ് ഉണ്ട്, എല്ലാം ആഡ് ആക്കാം. ഇതൊക്കെ ആഡ് ആക്കാം. ഇതിൽ ഇത്രയും ബ്രോക്കേഴ്സ് ഉണ്ട്. ബിനാൻസ് അക്കൗണ്ട് ബിനാൻസിൽ ചെയ്യാട്ടോ. ബിനാൻസിലാണ് എൻ്റെ അറിവിൽ ബിനാൻസിൽ ചെയ്യാ, ബൈബിറ്റ് ചെയ്യാ, പിന്നെ ഇപ്പൊ ബിനാൻസ്, ബൈബിറ്റ്, പിന്നെ 24 ബിങ്കെക്സ് ഇതിൽ ചെയ്യാ. MEXC ചെയ്യാ. ഗോൾഡ് 24 ആണ്. അതായത് അതൊക്കെ 24 24 ബിനാൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. 24 hours ഓപ്പൺ ഗോൾഡ് ബ്രോക്കർ ഏതാണെന്നുള്ളത്. 24 അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ആർക്കും ടൂൾ ഇപ്പൊ എല്ലാവരും ഓക്കെ ആണപ്പോ. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല. ഈ ഫിനാൻസ് ഫണ്ടഡ് അക്കൗണ്ട് ആണോ? ബിനാൻസ് ഫണ്ടഡ് അക്കൗണ്ട് അല്ല. ബിനാൻസ് ഫണ്ടഡ് അക്കൗണ്ട് ഇത് നമ്മളെ ഡെമോ അക്കൗണ്ടില് മറ്റേ TP ഒന്നും കാണിക്കുന്നില്ല. ഡെമോ അക്കൗണ്ടിൽ TP കാണിക്കുന്നില്ല. ഏത് ഡെമോ അക്കൗണ്ടിലാണ്? അതെ നമ്മളെ ടൂള് ഇപ്പൊ ഡെമോ അല്ലേ 5 ദിവസത്തിന്റെ. അപ്പം TP കാണിക്കുന്നില്ല. റോക്കറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. റോക്കറ്റ് ഇത് മറ്റേ സ്ട്രോങ് ബൈ, പിന്നെ STA എൻഡർ, പക്ഷെ ഇത് കാണിക്കുന്നില്ല. TP ഇല്ലാത്തതാണ്. ഇങ്ങനെ ഈ TP കാണിക്കുന്നില്ല ഇതേപോലെ. ഇല്ല. നിങ്ങൾ എനിക്കൊന്ന് അതിന്റെ സെറ്റിംഗ്സ് എന്തെങ്കിലും മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് കഴിഞ്ഞ നാളെ ഡ്രാഗ് ചെയ്താ കിട്ടി. ഓക്കെ. ഒന്ന് ലോഡ് ചെയ്താ കിട്ടും. ലോഡ് ചെയ്ത് കണ്ട്
പുതിയ ഈ ആൾക്കാർക്ക് TP2 TP3 വരുമ്പളേ ഇപ്പൊ നമ്മുടെ ആ ഇഷ്ടം അനുസരിച്ച് നമുക്ക് TP കൊടുക്കാം അല്ലേ? TP2 അല്ല ആണോ TP? ഈ ഒരു ട്രേഡ് എടുത്ത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാം. ഒരിക്കലും ഇവിടുന്ന് ഇപ്പൊ എൻട്രി എടുത്തിട്ട് ഒരിക്കലും TP3 എന്ന് വെച്ചിട്ട് നമ്മൾ എന്നായിക്കൂടാ ഓക്കെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൂടാ. അവിടെ എൻട്രി വെക്കുക, മാർക്കറ്റ് ആ എൻട്രി എടുത്തിട്ട് അത് ആ ഒരു മണിക്കൂർ ഫിനിഷ്. അതായത് ഞാൻ ആദ്യം ഒരു ഇതും കൂടി പറഞ്ഞുതരാം, നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ട്രേഡ് നിങ്ങൾ എൻട്രി എടുത്ത് അത് ആദ്യത്തെ 30 XL അടിക്കുകയാണെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ട് SL അടിക്കും. മാർക്കറ്റ് SL ആവുകയാണെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റ്സ് കൊണ്ടൊന്നാവണം അത് SL അടിക്കണം. അതല്ല അടുത്ത 30 മിനിറ്റ്സ് കൊണ്ട് അത് ടാർഗറ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ പിന്നെ എക്സിറ്റ് ആയിക്കോളാം. പിന്നെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണ്ട. ST എന്ന് പറഞ്ഞ ഇതാണോ എന്താ സ്റ്റോപ്പ് ലോസ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല ST നമ്മളൊരു കൺഫർമേഷൻ തരുന്നതാണ്. നമ്മുടെ അപ്പം ഒരു ഈ സ്റ്റോപ്പ് കൺഫർമേഷൻ ലോസ് എവിടെ മാർക്ക് ചെയ്യുന്നത്? സ്ട്രോങ് സെല്ലാണോ കൊടുക്കുന്നത്? സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെ കണ്ടോ, ഇവിടെ റിസ്ക് സ്കോർ എന്ന് പറഞ്ഞു നിങ്ങളെ റിസ്ക് സ്കോർ. ഈ ട്രേഡില് ഈ ഒരു എൻട്രിയിൽ 2% റിസ്ക് ആണ് കീപ്പ് ചെയ്യേണ്ടത്. അവിടെ കാണിച്ചു തരും എത്രയാണ് റിസ്ക് എന്നുള്ളത് ആ ട്രേഡിൽ. ഡോട്ട് പോലെയാണോ ഒരു സർക്കിളുള്ള? അതന്നെ. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രോങ് ബൈ വരുന്ന സമയം റിസ്ക് സ്കോറിൽ എത്രയാണ് റിസ്ക് ഉള്ളത്? മാക്സിമം 3%. 4ഉം 5 ട്രേഡ് എടുക്കണ്ട, അത് അത്ര റിസ്ക് വരും ആ ട്രേഡ്. അപ്പൊ ആ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യണ്ട, മാക്സിമം 3%. അതേപോലെ ഇന്നലെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു 5%. അപ്പൊ നമുക്ക് 5% ആണെങ്കിൽ ഓക്കെ ആണല്ലോ അല്ലേ? 5% ഓക്കെയാണ്, ഒക്കെ റിസ്ക് ചെയ്യാം. പക്ഷെ 5% റിസ്ക് എടുത്തൂടാ. ട്രേഡർ 5% റിസ്ക് എടുത്തൂടാ അങ്ങനെ. അത് പ്രശ്നമാണ്. മാക്സിമം 3%. ഇനി എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 3 എടുക്കുക, അടുത്ത എൻട്രി ഉണ്ടെങ്കിൽ നോക്കാം. 1% സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ചോദിക്കാം. ഈ നാസ്ഡാക്കില് ഇതിൽ കാണിക്കുമ്പോൾ ഫുള്ള് സൈക്കിൾ ബോട്ടം സോൺ എന്നൊക്കെ കാണിക്കുന്നു ഫുള്ളായിട്ട്. അത് കിട്ടൂല. അത് ചെറിയൊരു അപ്ഡേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അത് അടുത്ത അപ്ഡേഷനിൽ മാറും. ഒരു ഫുള്ളൊരു എല്ലിൻകോട്ടിന്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നില്ലേ ബാക്ക് എൻഡ്. യെസ് അവരുടെ ഡാറ്റ തരുന്നതിൽ ചെറിയൊരു ട്രേഡിങ്ങും തമ്മിലുള്ള പ്രശ്നമാണ്. അത് അടുത്തൊരു അപ്ഡേഷനിൽ മാറും, സൈക്കിൾ ബോട്ടം. അപ്പോൾ അതേപോലെ അതായത് ഇന്നലെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാണ് ഈ ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ, ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഇൻപുട്ടിൽ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ ചെയ്യുന്നവർക്ക് എന്നാക്കാം അതിൻ്റെ സൈസൊക്കെ കുറക്കാൻ പറ്റും. നല്ലോണം സൈസ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസിയാവും. സ്മോള് മാറ്റിയിട്ട് ഒന്നും കൂടി എന്നാക്കാം ടിന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ലോണം സൈസ് ചെറുതാവും. അതേപോലെ എന്നാക്കുക അത് ലേഔട്ട് എന്നാക്കുക ഡെസ്ക്ടോപ്പ് ചെയ്യുന്നവർക്കും ആണെങ്കിൽ ഇങ്ങനെ വിടുത്തിലേക്ക് കൊണ്ടുവരാം. ആ ബോക്സിന്റെ എഡിറ്റിംഗ് ആണെങ്കിൽ അത് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയില്ല അതിലത്തെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും മാറ്റിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം അങ്ങോട്ടും അതൊന്നും ഇതാക്കണ്ട. അപ്പൊ ഇത് മാത്രം ഈ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമോ ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് മാറ്റണം? സെറ്റിംഗ്സിലാ. ഇതിന്റെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അത് എന്നോട് പേഴ്സണലി വന്ന് മാറ്റുന്ന സമയം എന്നോട് ഒന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇപ്പം ബോട്ടം ഇപ്പൊ ഇനി ലെഫ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ ആ ബോക്സിനെ ലെഫ്റ്റിലേക്ക് മാറ്റാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റാം. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കൊക്കെ മാറ്റാം ബോക്സിനെ. അപ്പോ അത് എന്നോട് ചോദിക്കാട്ടോ മാറ്റുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലത്തെ നമ്പേഴ്സും കാര്യങ്ങളും അല്ല ഇപ്പൊ എങ്ങോട്ട് മാറ്റണ്ട. ഇപ്പൊ നിങ്ങൾ അവിടെ ഇല്ലടത്ത് തന്നെ വെച്ചാൽ മതി. നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ചെറിയ ആൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഈ ഏരിയയിൽ വെച്ചാലേ മൊബൈലിൽ കിട്ടും. അത് അവിടെ ഉണ്ടായാൽ മതി. പിന്നല്ല സാറേ ഇത് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ എന്താ ചാൻസ് ഉണ്ടാ? ഒരു ചാൻസും ഇല്ല. അങ്ങനത്തെ ഒരു ചാൻസ് ചോദിക്കാൻ വേണ്ട. ഇൻഡിക്കേറ്റർ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സോഴ്സ് കോഡ് കിട്ടോ? സോഴ്സ് കോഡ് കിട്ടില്ല. സോഴ്സ് കോഡ് കിട്ടൂല. സോഴ്സ് കോഡ് ഞാൻ 5 വർഷം 6 വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയ സോഴ്സ് കോഡാ.
ഉള്ളി മണി. അതാണ് ചില സോഴ്സ് കോഡ് എന്ന് പറയുന്ന പിന്നെ ബിസിനസ് കഴിഞ്ഞില്ല. ഹലോ സാർ. ആ ഹലോ, യെസ് സാറേ ഞാൻ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇപ്പൊ ക്ലാസ്. ഫസ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേ അതിന്റെ ആണെങ്കിൽ മുന്നത്തെ 2 ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അത് വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ അത് ക്ലാസ്? വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഞാനത് അയച്ചു തരാം. അല്ലെങ്കിൽ എന്നാക്കിയാൽ മതി, ഞാൻ നമ്മളെ പേജ് ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും. അതായത് നമ്മളെ സ്റ്റാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞ, അതായത് അതിൽ നമ്മളെ എല്ലാ അപ്ഡേഷൻസും നമ്മളെ യൂട്യൂബ് ചാനലിൽ വരും. അതായത് ഡെയിലി കഴിയുന്ന പ്രോഗ്രാം അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ എല്ലാ ഡെയിലി അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും. സ്പോട്ട് അപ്ഡേഷൻ ആണ്. പേജിന്റെ ഇത് കാണിച്ചു തരാം. അതായത് സാർ ഈ ഫസ്റ്റ് 2 ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് എൻട്രി പോയിന്റും എക്സിറ്റും സ്റ്റോപ്പ് ലോസും ഇതൊക്കെയാണോ ക്ലാസ്സിലുള്ളത്? എല്ലാ കാര്യങ്ങളും ട്രേഡ് എടുക്കുന്നത് തന്നെയുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ സിമ്പിളായി. പിന്നെ ഇന്നിപ്പോ എൻട്രി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നുമില്ല. ഇപ്പൊ ഒരു എൻട്രി വരുന്ന സമയം, ഇപ്പൊ ഈ ഒരു എൻട്രി വരുന്ന സമയം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എൻട്രി വന്ന് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ ഒരു എൻട്രി ഇവിടെ വരുന്ന സമയത്ത് 50% കൺഫർമേഷൻ എൻട്രി ആണ് വരുത്ത്. ആ എൻട്രിക്ക് 50% വാല്യൂ ഉണ്ട്. അതേപോലെ ഞാൻ ഗ്രൂപ്പിൽ ഒരു യൂസർ മാനുവൽ ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡാഷ്ബോർഡ് യൂസർ മാനുവൽ. നമ്മളെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിലേക്ക്, ടെലിഗ്രാം അല്ല, നമ്മുടെ എന്താ പറയാ, വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്തവർ വാട്സപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ഫ്ലോറിൽ ജോയിൻ ചെയ്യുക. അതിൽ എല്ലാ അപ്ഡേഷൻസും അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു യൂസർ മാനുവൽ ഇന്ന് ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാഷ്ബോർഡിന്റെ. അത് എത്ര ആൾക്കാർ വാച്ച് ചെയ്തില്ലയോ എന്നുള്ളത് അറിയില്ല. ഞാൻ അതിന്റെ ഒരു യൂസർ മാനുവൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ആ യൂസർ മാനുവല് ഞാൻ അയച്ചു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പല ആൾക്കാരും ജോയിൻ ചെയ്തതിന് മുന്നേ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി അത് ഫോർവേഡ് ചെയ്യും. യൂസർ മാനുവൽ എന്ന് പറയുന്നത് അത് പ്രോപ്പർ ആണ് കാര്യം. അതായത് അതിൽ നിങ്ങൾക്ക് അതായത് ആ ചാർട്ടിൽ വരുന്ന ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂസർ മാനുവൽ ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ യൂസർ മാനുവൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എന്തൊക്കെ അവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയം, ഡിജിറ്റൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയം അതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ആ യൂസർ മാനുവൽ നോക്കിയിട്ടാണ് അത് എല്ലാവരും ഒന്നാക്കുന്നത് ചെയ്യുന്നത്. നിങ്ങളൊരു TV വാങ്ങിക്കോട്ടെ, ഫ്രിഡ്ജ് വാങ്ങിക്കോട്ടെ, എന്ത് വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടലുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള. അതേപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസർ മാനുവലാണ്. ജസ്റ്റ് ഞാൻ വിശദീകരിച്ച തരാം കാര്യങ്ങൾ എല്ലാവർക്കും. യൂസർ മാനുവൽ എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം വർക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡിന്റെ ഒരു യൂസർ മാനുവൽ. അപ്പോൾ ഫസ്റ്റ് അതിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും, എന്താണ് മൊത്തത്തിലുള്ളത്, അതായത് എന്താണ് നമ്മളെ മാർക്കറ്റ് സിസ്റ്റം ഡാഷ്ബോർഡിൻ്റെത്. അപ്പൊ അതിലുള്ള മാർക്കറ്റിൽ ആദ്യത്തെ 8 ബോക്സ് ഓക്കെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ നമ്പറിലേക്ക്, എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്ത സ്റ്റാഫായിട്ട് ഒന്ന് നന്നാക്കിയാൽ മതി. നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത ടീം ഉണ്ടല്ലോ, അവരോട് ജസ്റ്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് ചോദിച്ചാൽ മതി, അവർ അയച്ചു തരും. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കും, കമ്പനി നമ്പർ ഞാൻ തരും, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ചെയ്യും. അപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ, നമ്മൾ ഡാഷ്ബോർഡ് കാണുന്നുണ്ടല്ലോ, PDF കാണുന്നുണ്ടല്ലോ. ഇതില് ആദ്യത്തെ 8 ബോക്സ്, നമ്മൾ അതിലുള്ള ആദ്യത്തെ 8 ബോക്സ് ആണ് മാർക്കറ്റിന്റെ സെക്ഷൻ. മാർക്കറ്റ് സെക്ഷൻ ആണ് ഈ 8 ബോക്സ്. നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയം ഈ 8 ബോക്സ് പ്രോപ്പറായി, അതായത് ഇതിലൊരു മേജർ ഏരിയ നമുക്ക് എന്താക്കണം, കൺഫർമേഷൻ. മാർക്കറ്റ് എന്തായാലും അത് സ്റ്റാറ്റസിന്റെ ആയിരിക്കും, ട്രെൻഡ് അലൈൻഡ് ആവുക. ഒരു ബൈ എടുക്കുന്ന സമയം, ഒരാൾ ഒരു ബുള്ളിഷിലേക്ക് ബൈ എൻട്രി ആണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആവണം. അതേപോലെ HTF ട്രെൻഡ് അലൈൻഡ്, ഇവിടെ എന്താണ് അക്യുമുലേഷൻ എന്ന് പറയും, അത് വരും. അത് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് വരുത്തുന്നുള്ളത്. STA ആക്ഷൻ എന്താവും, അവിടെ നോർമലോ കാര്യങ്ങൾ അവിടെ വരും. വോളിയം പ്രഷർ ഓക്കെ, അക്യുമുലേഷൻ വരും. അത് ഞാൻ കാണിച്ചത് ഇവിടെ വരും എന്തൊക്കെയാ വരുത്തുന്നുള്ളത്. ഇതാണ് ആദ്യത്തെ 8 ബോക്സ്. രണ്ടാമത്തെ ഉള്ള നമ്മളെ 4 ബോക്സ് എന്ന് പറയുന്നത് സെറ്റ് സ്കോർ, സ്റ്റേബിൾ ഡൗൺ, ട്രാപ്പ് ചെക്ക്, ഡെൻസിറ്റി. ഇതാണ് ഇന്റലിജൻസ് ബോക്സ് ആണ് നമ്മളെ.
മാർക്കറ്റ് ഒരു ഇന്റലിജൻസിന്റെ മീനിങ് എന്താണ്? അതായത് ഒരു മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിൽ നടക്കുന്ന മേജർ കാര്യങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ 4 ബോക്സ് എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാസ്റ്റ്. ഓരോരാൾക്കും ഒരു ഡ്യൂട്ടി ഉണ്ട് അതിൽ. അപ്പൊ അതിൽ ഡാഷ്ബോർഡിന്റെ മാർക്കറ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഡിസ്പ്ലേ ദ ഓവർ മാർക്കറ്റ് ട്രെൻഡ്, HDR ട്രെൻഡ്, ഇതൊക്കെ ഒന്നെങ്കിൽ ബുള്ളിഷ് അല്ലെങ്കിൽ ബിയറിഷ്. മാർക്കറ്റ് സ്റ്റാറ്റസിൽ വരുന്ന സാധനം ഒന്നെങ്കിൽ ബുള്ളിഷ് ആകും അല്ലെങ്കിൽ ബിയറിഷ്. ഈ രണ്ടെണ്ണേ മാർക്കറ്റ് സ്റ്റാറ്റസിൽ നിങ്ങൾ കാണും. ആ കോളത്തിൽ മാർക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറയും. നിങ്ങളെല്ലാവരും ബോക്സ് നോക്കാം കേട്ടോ, ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് സ്റ്റാറ്റസിൽ നിങ്ങൾ കാണല് ഒന്നെങ്കിൽ ബുള്ളിഷ് ബിയറിഷ്, ഈ രണ്ടെണ്ണമാണ് അതിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം. വേറെ ഒന്നും അതിൽ വരില്ല. അടുത്തതാണ് HTF ട്രെൻഡ്, പർപ്പസ് ഷോയിങ് വിത്ത് ഹയർ ടൈം ഫ്രെയിം. അതായത് ഹയർ ടൈം ഫ്രെയിമുള്ള, അതായത് 5 മിനിറ്റ് ട്രേഡ് എടുക്കുന്നവർ 15 മിനിറ്റ്, അതായത് 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരാള് 15 മിനിറ്റിനെയാണ് അലൈൻഡ് ആക്കേണ്ടത്. അത് അതിൽ കാണിച്ചു തരും. അത് ഓരോ ടൈം ഫ്രെയിമിൽ എടുക്കേണ്ടവരെന്നൊക്കെ അതിൽ ആ ബോക്സിൽ കാണിച്ചു തരും ഏത് ടൈം ഫ്രെയിം ആയിട്ടാണ് അലൈൻഡ് ആക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതിൽ അതാണ് HTF ട്രെൻഡിൻ്റെത് എന്നാകുന്നത്. അതിൽ അതേ വരും. അതായത് ആ ഏത് ടൈം ഫ്രെയിം ആയിട്ട് അലൈൻഡ് ചെയ്യുക അത് മാത്രമേ അതിൽ കാണിക്കൂ. നിങ്ങൾ ടൈം ഫ്രെയിം അലൈൻഡ് ചെയ്യാണ്ട് മാത്രമാണ് HTF ട്രെൻഡിൽ വരുന്നത്. മൂന്നാമത്തതാണ് ഇതെന്ന് പറയുന്നത്, സെന്റിമെന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വരുന്നത്. എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? അതായത് റെസ്പോൺസ് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് ബിഹേവിയർ, മാർക്കറ്റിന്റെ ബിഹേവിയേഴ്സ് ആണ് അവിടെ എന്താക്കുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് ഹണ്ടിങ് വരും, അടുത്തത് അക്യുമുലേഷൻ വരും, ഡിസ്ട്രിബ്യൂഷൻ വരും, അതേപോലെ ന്യൂട്രലാവും. എന്താണ് ഹണ്ടിങ് വരുത്ത് സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ ക്രാഷോ കാര്യങ്ങളോ, അതായത് മാർക്കറ്റിൽ നിന്ന് ഡൗൺഫാളിലേക്ക് ഹണ്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ, അതായത് ക്രാഷോ അതല്ലെങ്കിൽ ഈ റോക്കറ്റിലൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഇത് വരുമ്പോഴാണ്, മാനിപ്പുലേഷൻ വരുമ്പോഴാണ് ഹണ്ടിങ് വരുത്ത്. ഓക്കെ, അക്യുമുലേഷൻ വരുത്ത് ബുള്ളിഷിലേക്ക്, ബുള്ളിഷ് ഏതാ അത് പറഞ്ഞുതരാം. അത് അവിടെ അല്ല, അത് ഞാൻ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് മൂന്നാമത്തെ നമ്മളെ ബോക്സിലെ മൂന്നാമത്തതാണ് സെന്റിമെന്റ്. അപ്പൊ അതിൽ ഈ 4 കാര്യങ്ങളാണ് വരുന്നത്. അക്യുമുലേഷൻ വരികയാണെങ്കിൽ അത് ബുള്ളിഷിൽ ഉണ്ടാകുമ്പോഴാണ് അത് അക്യുമുലേഷൻ വരേണ്ടത്. ബുള്ളിഷിൽ നിൽക്കുന്ന സമയം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഡൗൺഫാളിൻ്റെതാണ്. ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് ബിയറിഷിൻ്റെതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ന്യൂട്രലാകുമ്പോൾ മാർക്കറ്റ് ന്യൂട്രലാണ്, രണ്ടാളും ഇല്ല, ബിയറിഷും ഇല്ല ബുള്ളിഷും ഇല്ല, മാർക്കറ്റ് ന്യൂട്രലാണ്. അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് STA ആക്ഷൻ. എന്തിനാണ് STA ആക്ഷൻ? അതായത് 4ാമത്തെ കോളത്തിലുള്ളത് STA ആക്ഷൻ. അതായത് ഡിറ്റക്റ്റിംഗ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സിന്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ STA ആക്ഷനിൽ അതായത് INS ലോഗിങ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ലോഗിങ് ആയി. മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ലോഗിങ് ആകുന്ന സമയമാണ് INS എക്സിറ്റ്, അതായത് ലോഗിങ് കാണിക്കല്. അതേപോലെ INX അവിടെ കാണിക്കുന്നതാണ്. INS എക്സിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് മാർക്കറ്റ് ഇറങ്ങിക്കോളാം. ലോഗിങ് കാണിക്കുമ്പോൾ അതായത് ഒരു ബുള്ളിഷിൽ നിൽക്കുന്ന സമയം INS ലോഗിങ് ആണെങ്കിൽ ആ ട്രേഡ് കംപ്ലീറ്റ് ആവും. നല്ല ഒരു വോളിയം ഓഫ് അവിടെ എൻട്രീസ് അവിടെ എൻട്രി ആയി. അതേപോലെ ഒരു അതായത് ഒരു സെൽ എൻട്രിയിൽ നിൽക്കുമ്പോൾ INS എക്സിറ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ വരും. അതാണ് സ്മാർട്ട് മണിയുടെ ഒരു ഇതാണ്. അതായത് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്, അവിടെ വരുത്തതാണ് STA ആക്ഷനിൽ INS ലോഗിങ് INS എക്സിറ്റ്, അതല്ലെങ്കിൽ സ്റ്റേബിൾ ആവും. ആ രണ്ടെണ്ണമാണ് നിങ്ങൾ മേജറായിട്ട് നോക്കേണ്ട കാര്യം, വരുന്ന കാര്യം. ഇത് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളൊക്കെ. അടുത്തതാണ് വോളിയം പ്രഷർ. 5ാമത്തത് വോളിയം പ്രഷർ. ഈ വോളിയം പ്രഷറിൽ എന്താണ്, അത് ആ ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രോങ് ബുള്ളിഷ്, അതായത് ഓരോ 5 മിനിറ്റ് ക്യാൻഡിലിനെയും അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ഏതാണ് ടൈം ഫ്രെയിം, ആ ക്യാൻഡിൽ ഡിപ്പെൻഡ് ചെയ്ത് മാറുമ്പോൾ വോളിയം പ്രഷർ ഹൈ ആവാം. അത് ആ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഓക്കെ, അതാണ് വോളിയം പ്രഷറിന് വരുന്നത്. അടുത്തതാണ് വെയിൽ ആക്ട് ഉണ്ടാവല്. ഒന്നുകൂടെ പറയാവോ? ഞാൻ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതൊന്നുകൂടെ പറയാവോ? ഓക്കെ, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ എന്താക്കി തരാം, ഒന്ന് റിപ്പീറ്റ് അടിച്ചു തരാം. ഓക്കെ, എന്തായാലും ഇതിന്റെ റെക്കോർഡ് ഉണ്ടാവും എന്തായാലും ഇതിന്റെ ഈ സിസ്റ്റം. നമുക്ക് ഇതിന്റെ വെയിൽ ആക്ടിന്റെ അതിൽ കാണിക്കുന്നത് ലാർജ് പാർട്ടിസിപ്പന്റ് ആക്ടിവേറ്റിംഗ്, അതായത് മെഷർമെന്റിൽ ലാർജ് ഓഫ് ഒരു ആക്ടിവേഷൻ നടക്കുമ്പോഴാണ് വെയിൽസ് വരുത്തുക. അറിയുന്നവർക്ക് അറിയാം എന്താണ് വെയിൽസ് എന്നുള്ളത്. അവിടെ വരുന്ന സ്റ്റാറ്റസ് വെയിൽ ആക്ടിന്റെ കോളത്തിൽ വരുത്തുക ഒന്ന് സ്റ്റാബിൾ,
അതായത് മിക്ക സമയം സ്റ്റേബിൾ ആയിട്ടാണ് ഉണ്ടാവില്ല. അത് അഗ്രസീവ് ആകുമ്പോഴാണ് എന്നാക്കില്ല. ഒരു ബൈ നിൽക്കുന്ന സമയം, ഒരു ബുള്ളിഷിലേക്ക് നിൽക്കുന്ന സമയം റൈസിങ് ആണെങ്കിൽ അത് ബുള്ളിഷിന് ഒരു പോസിറ്റീവ് ആണ്. മാർക്കറ്റ് ബുൾ ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പോസിറ്റീവ് ആണ്, ഒരു സപ്പോർട്ടും കൂടിയാണ് റൈസിങ് അവിടെ ഉണ്ടെങ്കിൽ. അഗ്രസീവ് ആണെങ്കിൽ അത് ഡൗൺ ട്രെൻഡിലേക്കുള്ള കാര്യമാണ്. ബിയറിഷിലാണ് അഗ്രസീവ് ഉണ്ടാവല്. അപ്പൊ അതാണ് വെയിൽ ആക്ടിന്റെ ബോക്സിൽ ഈ 3 കാര്യങ്ങളാണെങ്കിൽ ആ ബോക്സിൽ മാറി മാറി കാണൽ. അടുത്തതാണ് റിസ്ക് സ്കോർ. റിസ്ക് സ്കോർ ഉണ്ടാവല് റേഞ്ച് 10/0 ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്, കറന്റ് മാർക്കറ്റ് റിസ്ക് കാണിക്കുന്നത്. റിസ്ക് സ്കോറിൽ നിങ്ങൾക്ക് മാക്സിമം അതായത് 3% റിസ്ക് സ്കോർ കീപ്പ് ചെയ്യുക. അതിൽ കൂടുതൽ റിസ്ക് നിങ്ങൾ അതിൽ എടുത്തുവിടുക. 3% മാത്രമേ അവിടെ റിസ്ക് മാക്സിമം കീപ്പ് ചെയ്തുവിടും. ഓക്കെ, അതാണ് റിസ്ക് സ്കോറിൽ കീപ്പ് ചെയ്യേണ്ടത്. അടുത്തതാണ് സേഫ്റ്റി ഗാർഡ്. 8ാമത്തെ ബോക്സിലുള്ളതാണ് സേഫ്റ്റി ഗാർഡ്. സേഫ്റ്റി ഗാർഡ് എന്തുകൊണ്ട് അവിടെ കാണിക്കുന്ന ഒന്നാണ്, ഒന്ന് സെക്യൂർ, ഒന്ന് ഡേഞ്ചർ. സെക്യൂർ ആകുന്ന സമയം നിങ്ങൾക്ക് ഓക്കെ ബൈയും സെല്ലിലും സെക്യൂർ തന്നെ ഉണ്ടാവല്. ബുള്ളിഷിലാണെങ്കിലും ബിയറിഷിലാണെങ്കിലും മാർക്കറ്റ് സെക്യൂർ ആണെങ്കിൽ നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബുള്ളിഷിൽ നിൽക്കുന്ന സമയം ഓക്കെ മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഒരു TP1 TP2 അടിക്കുന്ന സമയം അത് ഡേഞ്ചർ കണ്ടീഷനിലേക്ക് വരുന്നെങ്കിൽ ഒന്ന് അലേർട്ട് ആവുക. ഡേഞ്ചർ കണ്ടീഷൻ എപ്പോഴും അത് ബിയറിഷിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡേഞ്ചറായി നിൽക്കുന്ന സമയം ബിയറിഷിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബിയറിഷിലേക്കാണ് അത് കൂടുതൽ മാർക്കറ്റ് അടിച്ച് ക്രാഷ് ആവും. ഓക്കെ, അതാണ് ഈ ഡേഞ്ചർ എന്ന് പറയുന്നത്. അടുത്തതാണ് സെഡ് സ്കോർ. സെഡ് സ്കോറിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സെഡ് സ്കോർ റിസർച്ച് ബൈ കോൺഫിഡൻസ് ഡാഷ്ബോർഡ്. സെഡ് സ്കോറിൻ്റെ എന്ന് പറഞ്ഞാൽ സെഡ് സ്കോർ ആ മാർക്കറ്റിന്റെ അതായത് ആ ഓരോ ക്യാൻഡിൽസിൻ്റെതും, അതായത് ചില സമയം മാർക്കറ്റ് ബാക്ക് എൻഡ് അതായത് ക്യാൻഡിൽ റെഡ് ആയിരിക്കും അല്ല, പക്ഷെ സെഡ് സ്കോർ പ്ലസ് ആണ്. അതിന്റെ അർത്ഥം ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ നിൽക്കുന്ന സമയം സെഡ് സ്കോർ പ്ലസിലേക്കാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ ബുള്ളിഷാണ് ഉള്ളത്. കളർ മാത്രം ക്യാൻഡിലിന്റെ കളർ മാത്രമേ ഗ്രീൻ ഇല്ലു. ബാക്ക് എൻഡിൽ അതായത് ആ ഒരു ക്യാൻഡിൽ ഏറ്റവും കൂടുതൽ ആരാണുള്ളത്, ബുള്ളിഷാണ് കൂടുതലുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ബിയറിഷിലേക്ക് വരുമ്പോൾ സെഡ് സ്കോർ എന്താവണം, മൈനസിലേക്ക് വരും. പ്ലസിലേക്കാണെങ്കിൽ എന്താവണം, അത് പ്ലസിലേക്ക് വരണം. അതാണ് സെഡ് സ്കോറിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അത് നോക്കാം. സെഡ് സ്കോറിൽ വരുന്ന സമയം ആ ഒരു സാധനം എന്താക്കുക, കീപ്പ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സെഡ് സ്കോറിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണാൻ